ഹലോ മക്കളുടെ പേജ് നമ്പർ 89 ഒരു പ്രോബ്ലം ആയിട്ടുള്ള മൂന്നാമത്തെ പ്രോബ്ലമാണ്. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പേനയുടെ വിലയേക്കാൾ അവിടെ ശ്രദ്ധിക്കണേ, 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ, പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവ്. പേനയെ വെച്ചിട്ട് ഇവർ പറഞ്ഞേക്കുന്നത് ശരിയല്ലേ? ആണ്. ഒരാൾ 5 പുസ്തകം വാങ്ങി, 2 പേന വാങ്ങി, 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയുമായി. ഓരോന്നിൻ്റെയും വില എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു പെന്നിൻ്റെ വിലയേക്കാൾ 4 രൂപ, 4 rupees മോർ ദാൻ പ്രൈസ് ഓഫ് എ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 4 രൂപ കൂടുതലാണ് പേനയേക്കാൾ. അപ്പോൾ പേനയുടെ വില ഞാനിപ്പോൾ എടുക്കുവാടാ, എടുത്തു. പ്രൈസ് ഓഫ് എ പെൻ, ഒരു പെന്നിൻ്റെ വില ഞാൻ എടുത്തു എക്സ് എന്ന് എടുത്തു. ഓക്കെ അല്ലേ? പേനയുടെ വില വെച്ചില്ല ഇവന്മാർ പറഞ്ഞേക്കുന്നേ. അപ്പോൾ എന്തായിരിക്കും മക്കളെ? പ്രൈസ് ഓഫ് ബുക്ക് എന്തായിരിക്കും? പ്രൈസ് ഓഫ് എ ബുക്ക്, ഒരു ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, പേനയുടെ വിലയേക്കാൾ പ്രൈസ് ഓഫ് ബുക്ക് എന്താ പറയുന്നത്? 4 rupees മോർ, കൂടുതൽ എന്നാ പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? കൂടുതൽ. അപ്പം പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടിയടാ എന്നും പറഞ്ഞ് എഴുതി വെച്ചു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? പ്രൈസ് ഓഫ് എ പെൻസിൽ, പെൻസിലിൻ്റെ വില എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറഞ്ഞാൽ 2 rupees ലെസ്, കുറവാണ്. ആരെക്കാളും? പ്രൈസ് ഓഫ് എ പെൻ, പെന്നിനേക്കാളും 2 രൂപ കുറവ്. പെന്നിൻ്റെ വില എത്ര? എക്സ്. അപ്പോൾ പെന്നിൻ്റെ വിലയേക്കാളും 2 രൂപ കുറവ് എന്നും പറഞ്ഞു. ഇതല്ലേ മക്കളെ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ? പേനയുടെ വില എന്താണോ അതിനേക്കാളും 4 രൂപ കൂടുതലാണ് ബുക്കിൻ്റെ വില. പേനയുടെ വില എന്താണോ അതിനേക്കാളും 2 രൂപ കുറവാണ് പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി ഇവർ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ 5 ബുക്ക് വാങ്ങി. ഒരു ബുക്കിൻ്റെ വില 4 രൂപയായിരുന്നെങ്കിൽ 5 ബുക്കിന് 4 × 5. ഒരു ബുക്കിൻ്റെ വില 3 രൂപയായിരുന്നെങ്കിൽ 5 ബുക്കിൻ്റെ വില 3 × 5. ഒരു ബുക്കിൻ്റെ വില 2 രൂപയായിരുന്നെങ്കിൽ 5 ബുക്കിൻ്റെ വില 2 × 5. ഒരു ബുക്കിൻ്റെ വില x+4 ആണ്. അപ്പം 5 ബുക്കിനും കൂടെ എന്താകൂടാ മക്കളെ? x+4 × 5 ആകും. ശരിയല്ലേ? ആണ്. 5 ബുക്കിൻ്റെ വിലയും 2 പേനയുടെ വില എക്സ് അല്ലേ? അപ്പോൾ 2 പേനയ്ക്ക് ആകുമ്പം 2 × x. ശരിയല്ലേ? അതായത് ബുക്കിൻ്റെ വിലയും പെയിനിൻ്റെ വിലയും കൂടെ കൂട്ടി. നെക്സ്റ്റ് അടുത്തത് പെൻസിലിൻ്റെ വില. 3 പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. ഒരു പെൻസിലിന് x-2 അല്ലേ? അപ്പോൾ 3 പെൻസിലാകുമ്പോൾ എന്താണ്? x-2 × 3. ഒരു പെൻസിലിൻ്റെ വില x-2, അപ്പോൾ 3 പെൻസിലിനും കൂടെ എന്താകും? x-2 × 3. ശരിയല്ലേ? 5 ബുക്കിൻ്റെ വില, 2 പേനയുടെ വില, 3 പെൻസിലിൻ്റെ വില, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര രൂപ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 54. മക്കളെ ഇതല്ലേടാ കഥ? ശരിയല്ലേ? ഇതല്ലേ അവർ ആ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന കഥ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റിൻ്റെ അകത്ത് എന്ത് കാണും? കഥ കാണും. നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് ആരെ തൂക്കിയാൽ മതി? എക്സിനെ തൂക്കിയാൽ എല്ലാവരുടെ വില, പ്രൈസ് ഓഫ് ഈച്ച്, എല്ലാവരുടെ വിലയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ഇതെങ്ങനെ ഓപ്പൺ? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കറിയാലോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം എക്സിനെ കൊണ്ട് 5 കൊണ്ട് x ഗുണിക്കണം, 5 കൊണ്ട് 4 ഗുണിക്കണം. 5 × x എന്താ? 5x പ്ലസ് അല്ലേ? പ്ലസ്. 5 × 4 എന്താ? 20. പിന്നെ ബാക്കി കിടന്ന പ്ലസ് അതുപോലെ എഴുതി. 2 × x 2x പ്ലസ്. മക്കളെ ഇതേപോലെ 3 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 3 × x എന്താ? 3x. ഇവിടെ മൈനസ് അല്ലേ? മൈനസ്. 3 × 2 എന്താ? 3 × 2 6 ഈസ് ഈക്വൽ ടു 54. ശരിയല്ലേ? ആണ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത്? 5 ചക്ക 2 ചക്ക, 5 ചക്ക പ്ലസ് 2 ചക്ക പ്ലസ് 3 ചക്ക. മക്കളെ 5 + 2 + 3 എത്രടാ? 5 2 7, 7 + 3 അങ്ങനെ 10 ചക്ക. ശരിയല്ലേ? ആണ്. ഇനി 20. ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു 20 ഉണ്ട്, ഒരു -6 ഉണ്ട്. 20 - 6 എത്ര? 20 - 6 എത്ര? അറിയാലോ.
പ്ലസ് അതുപോലെ ഇട്ട് ബാക്കി പ്ലസ് അല്ലേ. 20 മൈനസ് 6 എത്ര? 14 ഈസ് ഈക്വൽ ടു 54 എന്ന് എഴുതി. ശരിയല്ലേ? ആണ്. അപ്പോൾ 10x എനിക്ക് എന്ത് കിട്ടി? 10x പ്ലസ് 14 ഈസ് 54. എനിക്കിവിടെ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ അടുത്ത് ആര് കിടപ്പുണ്ട്? 10 കിടപ്പുണ്ട്, ഒരു പ്ലസ് 14 കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം പ്ലസ് 14 അപ്പുറം കൊണ്ടുപോട്ടെ. പ്ലസ് 14 അപ്പുറം പോകുമ്പോൾ എന്താ കൂടാ? 10x അതുപോലെ എഴുതി. പ്ലസ് 14 അപ്പുറം പോകുമ്പോൾ എന്താകും? 54 അടുത്തോട്ട് പോകുമ്പോൾ എന്താകും? നമുക്കറിയാം മൈനസ് 14 ആണെന്ന് അറിയാടാ. അപ്പം 10x അതുപോലെ എഴുതി. മക്കളെ 54 14 പോയ എത്ര? 54. 54 മൈനസ് 14 0. 5 1 പോയ 4 40 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈ ഇൻറ്റു 10 അപ്പുറം പോകുമ്പോൾ എന്താകും? ഇൻറ്റു 10. എനിക്ക് എക്സ് ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ ആരും കിടക്കാൻ പാടില്ല. ഈ എക്സിൻ്റെ അടുത്ത് ആരും കിടക്കും. ഇൻറ്റു 10 ശല്യ. ഇൻറ്റു 10 അപ്പുറം പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 10 ആകും. അപ്പോൾ എക്സ് എനിക്ക് എന്ത് കിട്ടി? 40. ഈ പൂജ്യം വെട്ടി 4 ഡിവൈഡ് ബൈ 1 4 തന്നെയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടോ, എക്സിൻ്റെ വില കിട്ടി 4. പേനയുടെ വില അപ്പോൾ എത്ര? പേനയുടെ വില എക്സ് 4. ബുക്കിൻ്റെ വില എത്ര? എക്സ് പ്ലസ് 4. എക്സിൻ്റെ വില എന്താ? 4 അല്ലേ? 4 പ്ലസ് 4. എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. 4 പ്ലസ് 4. 4 പ്ലസ് 4 എന്താ? 8. അപ്പം ബുക്കിൻ്റെ വിലയായി, പെന്നിൻ്റെ വിലയായി. ഇനി എന്താ? പെൻസിലിൻ്റെ വില എക്സ് മൈനസ് 2. എക്സിൻ്റെ വാല്യൂ 4 അല്ലേടാ മക്കളെ? 4 മൈനസ് 2. 4 മൈനസ് 2 എന്താ? 2. എല്ലാവരും കിട്ടി. പെന്നിൻ്റെ വില 4, ബുക്കിൻ്റെ വില 8, പെൻസിലിൻ്റെ വില 2. ഇങ്ങനെയുള്ളൂ. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. സിമ്പിൾ അല്ലേ? ആദ്യം നമ്മൾ അവർ പറഞ്ഞ കഥയെ നമ്മൾ എന്ത് ചെയ്തു? ഇവരെല്ലാം തൂക്കിയെടുത്തു. മനസ്സിലായോ? സെറ്റായോ? മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാ. എ സ്ക്വയർ കണ്ടെയ്നിങ് 4 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ. ഒരു സ്ക്വയറിനകത്ത് എന്തുണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. ഒരു കലണ്ടറിൻ്റെ അകത്തുള്ള ഒരു സ്ക്വയർ ആയിട്ട് വെട്ടിയെടുത്തിട്ട് ഒരു കലണ്ടറിനെ സ്ക്വയറായി ഇങ്ങനെ വെട്ടിയെടുത്തേട്ടാ. വെട്ടിയെടുക്കുമ്പോൾ ഉറപ്പായിട്ടും 4 ചതുരം ഇങ്ങനെ സ്ക്വയറായിട്ട് വെട്ടിയെടുക്കുമ്പോൾ 4 പെട്ടികൾ വരത്തില്ലേടാ മക്കളെ? ആണ്. ഒരു ഡേറ്റ് വരും, അടുത്ത ഡേറ്റ് വരും. ഓക്കെ, അതങ്ങനെ കിടന്നോട്ട്. മാർക്ക്ഡ് ആൻഡ് ദ സം ഓഫ് ദീസ് നമ്പർ. അതായത് ഈ നമ്പറിനെയും ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? 80 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഏതോ ഒരു കലണ്ടറാണ് മക്കളെ. കലണ്ടറിനെ ഇങ്ങനെ സ്ക്വയറായിട്ട് വെട്ടിയെടുത്തപ്പോൾ 4 പെട്ടി എനിക്ക് കിട്ടും. ശരിയല്ലേ? ആ 4 പെട്ടിയും കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 80. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്പേഴ്സാണ് ചോദിച്ചേക്കുന്നത്. കണ്ടോണേടാ, എനിക്ക് ഒരാളെ ഞാൻ ഒരു ഡേറ്റ് എനിക്ക് അറിയാത്ത ആളെ എന്തെടുക്കും? എക്സ് എന്നെടുക്കും. ശരിയല്ലേ? ആണ്. മക്കളെ ഒരു ഡേറ്റ് 5 ആണെങ്കിൽ തൊട്ടടുത്ത് നടക്കുന്ന ഡേറ്റ് 6 അല്ലേ? അതായത് 1 കൂടുന്നതല്ലേ? ശരിയല്ലേ? ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കലണ്ടർ നോക്കിയാൽ മതി. ഒരു കലണ്ടറിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7 കൂടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് ഡേറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഡേറ്റ് 8 ആയിരിക്കും. കാരണം പ്ലസ് 7 ആണ്. എല്ലാ ഡേറ്റിനും തൊട്ട് താഴെ കിടക്കുന്ന ഡേറ്റ് പ്ലസ് 7 ആണ്. അതായത് എക്സിൻ്റെ കൂടെ ഇവിടെ 7 കൂടും. അടുത്തത് എക്സിൻ്റെ കൂടെ 7 കൂടി തൊട്ടടുത്ത് എക്സിൻ്റെ കൂടെ 8 അല്ലേ കൂടുന്നത്? ശരിയല്ലേടാ മക്കളെ? ആണ്. ഇത് 7 കൂടി തൊട്ടടുത്ത് 8 കൂടും. ശരിയല്ലേ മക്കളെ? ഇതില്ലേടാ മക്കളെ ആ 4 പെട്ടി എന്ന് പറയുന്നത്, 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഇത് എക്സ്, തൊട്ടടുത്ത ഡേറ്റ് x+1, താഴെ കിടക്കുന്ന x+7, അതിൻ്റെ അപ്പുറത്ത് x+8. ശരിയല്ലേ? ഇതെങ്ങനെയും കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ അവർ പറഞ്ഞെന്താ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇതേ പ്ലസ് തൊട്ട് താഴെ കിടക്കുന്ന x+7 പ്ലസ് തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന x+8. ഇതെല്ലാം കൂടെ കൂട്ടി എത്ര വരുമെന്നാണ് പറഞ്ഞേ? 80. ശരിയല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 80 വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിലും എനിക്ക് ആരെ കണ്ടുപിടിക്കണം? ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. മക്കളെ x പ്ലസ് x മൊത്തം എത്ര എക്സ് ഉണ്ട്? 4x പ്ലസ് 1 പ്ലസ് 7 പ്ലസ് 8. മക്കളെ 8 8 16. 1 7 8 കൂടെ കൂട്ടിയാൽ 16 ഈസ് ഈക്വൽ ടു 80. ശരിയല്ലേ? ആണ്. അങ്ങനെ 4x ഈസ് ഈക്വൽ ടു മക്കളെ പ്ലസ് 16 അപ്പുറം പോയി എന്താ കൂടാ? മൈനസ് 16. അങ്ങനെയാണെങ്കിൽ 4x എനിക്ക് എന്ത് കിട്ടി? 80 നിന്ന് 16 കുറയ്ക്കണം അല്ലേ? കണ്ടോ, 80 നിന്ന് 16 കുറയ്ക്കാം. 80 മൈനസ് 16. ഇവിടെ കടം കൊടുത്തു, 10 ആയിരുന്നു. കടം കൊടുത്തപ്പോൾ 4. ഇതെന്തായി മാറി? 7 ആയി മാറി. 64 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ് എന്ത് വരും? 64 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ശരിയല്ലേ? ഇൻറ്റു 4 അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവത്തില്ലേ? ആണ്. ഇനി 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 4 4, റിമൈൻഡർ 2, 6 4 24, റിമൈൻഡർ 0 0. അപ്പോൾ എന്തെനിക്ക് വന്നു? എനിക്കെന്ത് വന്നു? 16 എന്ന് കിട്ടി. അതായത് എനിക്ക് എക്സ് കിട്ടി, 16 എന്ന് കിട്ടി. അങ്ങനെ ആ ഡേറ്റ് മൊത്തം ഞാൻ എഴുതി കാണിച്ചു തരട്ടാ. കണ്ടോണേ, ഡേറ്റ് മൊത്തം എഴുതുവാണേ.
മക്കളെ എക്സ് 16 എന്ന് കിട്ടി. അപ്പോൾ ഈ ഡേറ്റ് അല്ലേ 16? ശരി. 16ൻ്റെ കൂടെ 1 കൂടി 17. 16ൻ്റെ കൂടെ 7 കൂടി തൊട്ടടുത്ത ഡേറ്റ് എത്ര വരും? 16-ലൂടെ 7 കൂടിയാ 23. തൊട്ടടുത്ത ഡേറ്റ് 24. ഇതാണ് ആ കണക്ക്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂടാ. മനസ്സിലായോ? നമ്മളിന്ന് പഠിച്ച 2 പ്രോബ്ലം 89-ാം പേജിലെ ഈ 2 പ്രോബ്ലം മനസ്സിലായോടാ? സെറ്റായോടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഓക്കേടാ, ശരി. ഓക്കെ അല്ലേ?